ഇന്ന് നാം സംസാരിക്കുന്ന വിഷയം ലവ് ലാംഗ്വേജ് ആണ്, സ്നേഹഭാഷ. ദ 5 ലവ് ലാംഗ്വേജ് എന്നറിയപ്പെട്ട ലോകപ്രശസ്തമായ ഒരു പുസ്തകത്തിന്റെ സമ്മറി കൂടിയാണ് സംസാരിക്കുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ മറ്റു പലയിടങ്ങളിലും ഏറെ ഉപകാരപ്പെടുന്നതാണ് സ്നേഹഭാഷ. മനുഷ്യന്റെ ജീവിതത്തിൽ അനിവാര്യമായ ഒന്നാണ് സ്നേഹം. സ്നേഹം എല്ലാവരുടെയും ആവശ്യമാണ്. സ്നേഹം കൈമാറാനുള്ള ചില ഭാഷകൾ പരിചയപ്പെടുത്തുന്നതാണ് ഇന്ന്. ഒന്ന്, വേർഡ് ഓഫ് അഫർമേഷൻ എന്നാണ് അതിന് സാങ്കേതികമായി നമ്മൾ പ്രയോഗിക്കുന്നത്. വേർഡ് ഓഫ് അഫർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായി പറയലാണ്. ഒരു ഭാര്യ ഭർത്താവിനോട് പറയുന്നു, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങൾ വരുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഇത്തരം നല്ല രീതിയിലുള്ള വാക്കുകൾ, സ്നേഹം പ്രകടിപ്പിക്കുന്ന വാക്കുകൾ നേരെ ചൊവ്വെ പറയുന്നതാണ് സ്നേഹഭാഷയിൽ ഉദ്ദേശിക്കുന്നത്. ഭർത്താവ് ഭാര്യയോടാകുമ്പോൾ, നിന്നെ കാണാൻ ഭംഗിയുള്ളതാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ ഉണ്ടാക്കിയ ഭക്ഷണം ടേസ്റ്റ് ഉള്ളതാണ്, നീ അയൺ ചെയ്ത വസ്ത്രം ധരിക്കുമ്പോൾ എനിക്ക് ഒരു ആത്മാഭിമാനമാണ്. ഇത്തരം വാക്കുകൾ സത്യസന്ധമായി നേരെ ചൊവ്വെ പറയുന്നതാണ് വേർഡ് ഓഫ് അഫർമേഷൻ. വളച്ചുകെട്ടില്ലാതെ പറയുന്നത് കൂടിയാണ് വേർഡ് ഓഫ് അഫർമേഷൻ. അവരുണ്ടാക്കിയ ഭക്ഷണത്തെക്കുറിച്ച്, അവർ ധരിച്ച വസ്ത്രത്തെക്കുറിച്ച്, അവരുടെ ഭംഗിയെക്കുറിച്ച് അവരെ അനുമോദിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്നത് വേർഡ് ഓഫ് അഫർമേഷന്റെ ഭാഗമാണ്. രണ്ടാമത്തെ ഒരു സ്നേഹഭാഷയാണ് ആക്ട് ഓഫ് സർവീസ് എന്ന് പറയുന്നത്, സേവന മനോഭാവം. ഒരു ഭാര്യ ഭർത്താവിനോട് സ്നേഹം കാണിക്കുന്നതിന് വേണ്ടി ഈ ഭാഷ ഉപയോഗിക്കൽ വളരെ ഫലപ്രദമാണ്. ഭർത്താവ് പുറത്തു പോകാൻ നിൽക്കുന്ന സമയത്ത് ആവശ്യമായ ഡ്രസ്സ്, അദ്ദേഹത്തിന് അറിയാം എൻ്റെ ഡ്രസ്സ് ഏത് സ്ഥലത്താണുള്ളതെന്ന്, എങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് എടുത്തു കൊടുക്കാനുള്ള മനസ്സ് കാണിക്കുന്നു. അദ്ദേഹത്തിന്റെ മറ്റേതെങ്കിലും വിഷയങ്ങളിൽ ഹെൽപ്പ് ആവശ്യമുള്ളപ്പോൾ ആ ഹെൽപ്പ് ഒന്ന് ചെയ്തു കൊടുക്കാൻ കാണിക്കുന്ന മനസ്സ്, അതാണ് ആക്ട് ഓഫ് സർവീസ്. ഒരു ഭർത്താവ് ഒരു ഒഴിവുള്ള ദിവസം വീട്ടിൽ നിൽക്കുമ്പോൾ ഭാര്യ പാചകം ചെയ്യുന്നു. ആ സമയത്ത് പാചകം ചെയ്യുന്ന ഭാര്യയെ സഹായിച്ചു കൊടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് ചെല്ലുന്നു, കൂടെ നിൽക്കുന്നു, അവർക്കാവശ്യമായ ചെറിയ ചെറിയ കൊച്ചു സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ സന്നദ്ധമാകുന്നു. ആക്ട് ഓഫ് സർവീസ് ആണിത്. ഈ സേവന മനോഭാവം വലിയ ഒരു സ്നേഹഭാഷയാണ്. രണ്ടുപേരുടെ ഇടയിൽ അഗാധമായ ബന്ധം സൃഷ്ടിക്കാൻ ഇതേറെ സഹായകമാണ്. മൂന്നാമത്തെ ഒരു സ്നേഹഭാഷയാണ് റിസീവിങ് ഗിഫ്റ്റ്, സമ്മാനങ്ങൾ നൽകുന്നത്. സമ്മാനങ്ങൾ നൽകുന്ന സമയത്ത് വലിയ വില ഉള്ളത് നൽകണം എന്നില്ല, മറിച്ച് സ്നേഹം കൈമാറാൻ വേണ്ടി സ്നേഹത്തോടെ നൽകുന്ന സമ്മാനങ്ങളാണ് റിസീവിങ് ഗിഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭർത്താവ് ഭാര്യയ്ക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസമോ മാസത്തിൽ ഒരു ദിവസമോ ചെറിയൊരു ഗിഫ്റ്റ് നൽകുന്നു. അത് ഗിഫ്റ്റ് കാർഡാകാം, അതല്ലെങ്കിൽ അവരുടെ ആഭരണങ്ങളാകാം, അതുമല്ലെങ്കിൽ ഒരു ഫ്ലവർ ആകാം. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്നേഹ സമ്മാനങ്ങളാണ് റിസീവിങ് ഗിഫ്റ്റ്. അത് ഭാര്യ ഭർത്താവിന് നൽകാം. വലിയ വിലപിടിപ്പുള്ള വസ്തുക്കൾക്ക് പകരം ആ ഭർത്താവിനെ സ്നേഹിക്കുന്നു എന്നറിയിക്കുന്ന കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ, ആ സമ്മാനങ്ങളെല്ലാം ഏറെ വിലപിടിപ്പുള്ളതാണ്, ഏറെ സ്നേഹം സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ റിസീവിങ് ഗിഫ്റ്റ് എന്നത് മൂന്നാമത്തെ സ്നേഹഭാഷയായിട്ട് നമുക്ക് പരിചയപ്പെടാം. നാലാമത്തതാണ് ക്വാളിറ്റി ടൈം. ഒന്നിച്ച് സമയം ചെലവഴിക്കുന്നതാണ് ക്വാളിറ്റി ടൈം. ഭാര്യയുടെ കൂടെ സമയം ചെലവഴിക്കുന്നു, ഭാര്യ പറയുന്ന കാര്യങ്ങൾ ഭർത്താവ് കേൾക്കുന്നു. ഇതിന് പറയുന്ന ഒന്നാണ് ആക്റ്റീവ് ലിസണിങ് ആണ് അവിടെ ഉണ്ടാകേണ്ട മറ്റൊന്ന്. അഥവാ ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞാൽ അൺഡിവൈഡഡ് അറ്റൻഷൻ, പൂർണ്ണമായ ശ്രദ്ധ നൽകുക. പൂർണ്ണമായ ശ്രദ്ധ ഭാര്യയ്ക്ക് നൽകുകയും ഭാര്യ പറയുന്ന അർത്ഥത്തിൽ കേൾക്കുകയും ചെയ്യുന്നത് അവരോടുള്ള സ്നേഹപ്രകടനമായി അവർക്കത് മനസ്സിലാകും. ഭർത്താവ് ഒരു കാര്യം സംസാരിക്കുമ്പോൾ അതിന് മറുവാക്കുകൾ പറയാതെ, അല്ലെങ്കിൽ അതിന് മറുവാദങ്ങൾ ഉന്നയിക്കാതെ, അതിന് മുടക്കുകൾ പറയാതെ അദ്ദേഹം പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുന്നത്, ശ്രദ്ധയോടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് സ്നേഹഭാഷയിലെ ക്വാളിറ്റി ടൈമിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്നിച്ചിരിക്കുമ്പോൾ അവർ പറയുന്നതിനെല്ലാം മുട്ടും തട്ടും പറയാതെ അവർ പറയുന്ന അർത്ഥത്തിൽ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടുകൊടുത്താൽ ഏറെ ആശ്വാസമുണ്ടാകും. അതൊരു സ്നേഹഭാഷയാണ്. അഞ്ചാമത്തെ ഒരു സ്നേഹഭാഷയാണ് ഫിസിക്കൽ ടച്ച്. ഈ ഫിസിക്കൽ ടച്ച് ശാരീരികമായ ടച്ചിങ്, ഹസ്തദാനം ചെയ്യുന്നത്, ഹഗ് ചെയ്യുന്നത്, പരസ്പരം കിസ് ചെയ്യുന്നത്, ഇതെല്ലാം സ്നേഹഭാഷയിൽ പെട്ടതാണ്. പരസ്പരം സ്നേഹം സമ്മാനിക്കാൻ വേണ്ടി നൽകാവുന്നതാണ്. പക്ഷേ പരസ്പരം ഇഷ്ടപ്പെടുന്ന സമയവും സന്ദർഭവും നോക്കി ഇത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ 5 സ്നേഹഭാഷകൾ നാം ജീവിതത്തിലെ സന്ദർഭം നോക്കി ഉപയോഗപ്പെടുത്തിയാൽ വലിയ പ്രശ്നങ്ങൾ, കലഹപൂർണമായ ജീവിതാവസരങ്ങളെ
നമുക്ക് സ്നേഹമസൃണമാക്കി മാറ്റിയെടുക്കാൻ കഴിയും. സ്നേഹഭാഷ എന്നത് പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പഠിപ്പിച്ച വലിയ ഒരു സന്ദേശം കൂടിയാണ്. അത് ആധുനിക കാലത്ത് ഉപയോഗിച്ച ഒരു പുസ്തകത്തെ ഡിപ്പെൻഡ് ചെയ്ത് അവതരിപ്പിച്ചു എന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം പറയാൻ പഠിപ്പിച്ചത്, മുഖത്തു നോക്കി പുഞ്ചിരിക്കാൻ പഠിപ്പിച്ചത്, മറ്റൊരാളോട് നല്ല കലിമത്തുകൾ പറയാൻ പഠിപ്പിച്ചത്, പരസ്പരം മുസാഫഹത്ത് ചെയ്യുന്നത് പഠിപ്പിച്ചത്, ഇതെല്ലാം സ്നേഹഭാഷയുടെ നല്ല രൂപങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രായോഗികമായി വിജയിപ്പിച്ച് കാണിച്ചു തന്ന സ്നേഹഭാഷ കൂടിയാണിത്. ഇത് മനസ്സിലാക്കുകയും ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ ഏറെ സന്തോഷകരമായി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. സ്നേഹം നമ്മുടെ അനിവാര്യതയാണ്. നമുക്ക് പരസ്പരം കൈമാറി സന്തോഷം വർദ്ധിപ്പിക്കാൻ കൂടി കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ഫ്രം ഹാപ്പി സോൺ.